ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് അതിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഈ പ്രചരണം നടത്തുകയുണ്ടായി. ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് അവരുടെ ഒരു കാർഡ് ആരും അയച്ചു തന്നു, എന്റെ ഫോട്ടോ ഇട്ടിട്ട് സിസ്റ്റം കത്രികയിലോ എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ചികിത്സാ പിഴവാണെങ്കിലും അത് ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല. അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഈ രണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഇതേപോലെ സമാനമായിട്ടുള്ളൊരു സംഭവമുണ്ട്. മസ്കിറ്റോ ഫോസപ്സ് വെച്ചിട്ടുള്ളൊരു സംഭവം. അതൊരു സ്വകാര്യ ആശുപത്രിയിലാണ്. അത് ഹരിപ്പാടിനടുത്തുള്ള കരുവാറ്റയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ ഇതേപോലെ മസ്കിറ്റോ ഫോസപ്സ് അതിൽ ഒരു യുവതിയുടെ വയറ്റിനുള്ളിൽ വെച്ചപ്പോൾ അത് സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ് അത് പുറത്തെടുത്തത്. ഒരാൾക്കും ഒന്നും ശബ്ദിക്കാനില്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ അതിക്രമം നടത്തുന്നത്? അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയമായ പരാജയം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള ബോധ്യം അത് അവരോട് ആദ്യം പറഞ്ഞത് കനകോലുവാണ്. കനകോലു പറഞ്ഞിരിക്കുന്നു സർക്കാരിനെതിരെയുള്ള ഒരു വികാരമില്ല, ഒരു സർക്കാർ വിരുദ്ധ വികാരമില്ല എന്ന് അവരുടെ തന്നെ ഉപദേഷ്ടാവ് അവരോട് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഏത് വിധേനയും നീചമായ മാർഗങ്ങളിലൂടെ അതിക്രമം നടത്തി എങ്ങനെയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന വീടും എനിക്കുമെതിരെ നടന്ന ഒരു ആക്രമണം അത് എന്തിനു വേണ്ടിയിട്ടാണ്? വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെ നല്ലതാണ് എന്ന് വരുത്തി തീർക്കുകയും പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിലും ഗവൺമെന്റ് സംവിധാനങ്ങളിലാണെങ്കിലും ഞാൻ ഈ സ്വകാര്യ ആശുപത്രിയിലെ സംഭവം ചൂണ്ടിക്കാണിച്ചത് അവിടെ ഒരാളെയും ഞാൻ കണ്ടില്ലല്ലോ. അവിടെ ആംബുലൻസ് അയച്ചവരെയും കണ്ടില്ല, അവിടെ പ്രതികരിച്ചവരെയും കണ്ടില്ല, അവിടെ യൂത്ത് കോൺഗ്രസിനെ കണ്ടില്ല. അവിടെ ഒരു തരത്തിലുള്ള, അതായത് സർക്കാർ സംവിധാനങ്ങൾ അപ്പാടെ തകർച്ചയിലാണെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ സ്വകാര്യ കുത്തകകളെ, കേരളത്തിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കുത്തകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് വി.ഡി. സതീശനും കൂട്ടരും എടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ആര് തെറ്റ് ചെയ്താലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. അത് സർക്കാർ സംവിധാനത്തിൽ അതിന് സംവിധാനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ആ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഇന്നലെ മണിക്കൂറുകൾക്കകം തന്നെ എന്റെ നടപടിയെടുത്തിരുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ 5 വർഷങ്ങൾക്കിപ്പുറം ഈ സംഭവം പുറത്ത് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുമ്പോൾ, അത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഗവൺമെന്റ് അതിൽ സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അത് ഇനിയും സ്വീകരിക്കും. അത് പൂർണ്ണമായിട്ടില്ല, ഇത് പോലീസിലേക്ക് കൈമാറും, നിയമ നടപടികൾ സ്വീകരിക്കും. അതിൽ എന്തൊക്കെ സാധ്യമായിട്ടുണ്ടോ അതിൽ ആ സാധ്യമായിട്ടുള്ള നടപടികൾ മുഴുവൻ സ്വീകരിച്ചിരിക്കും. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംവിധാനങ്ങൾ അത്ര രീതിയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലല്ലേ. 10 വർഷം മുൻപ് ഈ ജനറൽ ആശുപത്രിയിൽ ഒരു പനിക്ക് മരുന്ന് എഴുതിയാൽ ഒന്ന് കടുത്ത പനിയായാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു. ഇന്നിത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. 8000-ലധികം ആൻജിയോപ്ലാസ്റ്റികളാണ് ഈ ജനറൽ ആശുപത്രിയിൽ ചെയ്തിട്ടുള്ളത്. കാത്ത് ലാബിൽ, അവിടെ കാത്ത് ലാബ് കിഫ്ബിയിലൂടെ സ്ഥാപിച്ച 52 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. എത്ര ഹീനമായ രീതിയിലാണ് എന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ, ഞാൻ താമസിക്കുന്ന വീടിന് നേരെ കൊണ്ടുവന്ന് റീത്ത് വെക്കുക. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കെട്ടിടമിടിഞ്ഞ് വീണപ്പോൾ എന്റെ വീടിന്റെ അവിടേക്ക് ശവപ്പെട്ടിയുമായിട്ട് യൂത്ത് കോൺഗ്രസ് വന്നു. അന്ന് വാസ്തവത്തിൽ വളരെ സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ട, എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഞാൻ അന്നൊന്നും വേണ്ടിയില്ല. ഈ ആ കെട്ടിടം 2012-ൽ ശിവകുമാറിന്റെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ആ ശിവകുമാറിന്റെ എതിരെയുള്ള പ്രതിഷേധം ഇവർ നടത്തിയോ? അന്ന് എന്റെ വീടിന് നേരെയും എനിക്ക് നേരെയും ആക്രമണവും അതിക്രമവും നടത്താൻ ഇവർ ശ്രമിച്ചില്ലേ? അപ്പോ അവരുടെ ആരോഗ്യമന്ത്രി, അന്നത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇവർ ആക്രമണം നടത്തിയോ? അല്ലെങ്കിൽ ഇവര് റീത്ത് വെച്ചോ? ഇവർ ശവപ്പെട്ടിയുമായിട്ട് പോയോ? ആ കെട്ടിടം 2012-ൽ പണിതതാണെന്ന് കോട്ടയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട്. പക്ഷെ ആ ഘട്ടത്തിലൊന്നും ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. കാരണം അതൊരു പാവപ്പെട്ട വീട്ടമ്മ മരണപ്പെട്ട ഒരു സംഭവമാണ്. ഞാനൊരു അക്ഷരം ആ ഘട്ടത്തിൽ മിണ്ടിയില്ല. പക്ഷേ ഈ ശവപ്പെട്ടിയുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തൊട്ടടുത്ത് ക്യാൻസർ ബാധിച്ച ഒരു സാധുവായിട്ടുള്ള ഒരു വീട്ടമ്മ മരണപ്പെട്ടിരുന്നു എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. അവിടെ അവര് വാസ്തവത്തിൽ ആശങ്കപ്പെട്ടു. കാരണം അവിടെ ഒരു മരണ വീടാണ്. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ശവപ്പെട്ടി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എത്ര ഹീനമായിട്ടുള്ള രീതിയിലാണ്. അതിലെന്താണ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റ്? അതിലെന്താണ്? ഈ പ്രതിഷേധം പോരാ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇനിയും അപ്പുറത്തേക്ക് പ്രതിഷേധിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആഹ്വാനം. വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. 10 വർഷത്തിന് മുൻപുള്ള കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും ഒന്ന് പരിശോധിച്ചു നോക്കാം. 10 വർഷം മുൻപ് ഇവരുടെ കാലത്ത് സാധാരണ ലാബ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാൻ ഇവർക്ക് സാധിച്ചോ? 250 ലാബ് സ്ഥാപിക്കും എന്ന് പറഞ്ഞ് ഇവർ കൊട്ടിഘോഷിച്ചു. രക്തം പരിശോധിക്കുന്ന സാധാരണ ലാബുകൾ ഒരെണ്ണം പോലും സ്ഥാപിച്ചില്ല. ഹൃദ്രോഗ ചികിത്സ ഒറ്റ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നോ? ഇന്ന് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന രീതിയിലേക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ മാറി.
ഈ ഒരു ദിവസം ഇവരുടെ കാലത്ത് എത്ര ഡയാലിസിസ് യൂണിറ്റുകളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്? സർക്കാർ ആശുപത്രിയിൽ 12. ഇന്ന് 125. നമ്മൾ സംസാരിക്കുമ്പോൾ 3000 രോഗികൾ കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് ചെയ്യുകയാണ്. വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യമായി APL വിഭാഗത്തിലാണെങ്കിൽ അവർക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള നിലയിൽ ചെയ്യുന്നു. 3000 പേർ സൗജന്യമായി ചെയ്യുന്നു. എന്താണ് അതിന്റെ സാമ്പത്തിക വശം? 3000 പേർക്ക്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ഡയാലിസിസിന് മിനിമം സ്വകാര്യ മേഖലയിൽ 1500 രൂപ. 3000 ഗുണം 1500 ഒരു ദിവസം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ചെലവാകുന്ന തുക. അത് കൊടുക്കാതെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യാൻ കഴിയുന്നു. ആൻജിയോപ്ലാസ്റ്റി 5-6 ലക്ഷം രൂപ സർക്കാർ സംവിധാനത്തിൽ കാസ്പ് കാർഡ് ഉണ്ടെങ്കിൽ സൗജന്യമായി ചെയ്യുന്നു. അല്ലെങ്കിൽ APL വിഭാഗമാണെങ്കിൽ സ്റ്റെന്റിന്റെ മാത്രം 6 ലക്ഷം രൂപയുടെ സ്ഥാനത്ത് 60,000 രൂപ സ്റ്റെന്റിന്റെ വില മാത്രം ഇടുന്നു. ഇനി എത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്നിവിടെ നടക്കുന്ന ആലോചനാ യോഗത്തിൽ ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് കേട്ടു. ഇവിടേക്ക് പ്രതിഷേധവുമായി വരുന്നു. എന്തിനാണ് ഇന്നിവിടെ ആലോചനാ യോഗം ചേരുന്നത്? ജില്ലാ സ്റ്റേഡിയത്തിന്റെ ആദ്യ ഫേസിന്റെ ഉദ്ഘാടനം തീരുമാനിക്കാൻ. ഇവിടെ ആശുപത്രിയുടെ 52 കോടി രൂപ 11 ലക്ഷം രൂപയുടെ പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ ആലോചനാ യോഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ മറ്റ് സംവിധാനങ്ങൾ വരുന്നു. നമ്മുടെ 150 കോടി രൂപയുടെ റോഡ്, ഒരു ആയുർവേദ ആശുപത്രി, 50 ബെഡുള്ള ആയുർവേദ ആശുപത്രി, കോഴഞ്ചേരി പാലം, കോഴഞ്ചേരി ആശുപത്രി, ഇതിന്റെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചവയുടെ ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവരുടെ കാലത്ത് പത്തനംതിട്ടയിൽ ഒരു സ്റ്റേഡിയം 3 തവണ കല്ലിട്ടിട്ടുണ്ട്. ഗവർണർമാർ വന്ന് കല്ലിട്ടതാണ്. കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് ഓരോ ലോക്സഭാ ഇലക്ഷൻ അടുക്കും തോറും ഇവിടെ വന്ന് കല്ലിടും. എന്നിട്ട് പറയും ഇൻഡോർ സ്റ്റേഡിയം വരാൻ പോകുന്നു. ആ കല്ലിന് മുകളിൽ രണ്ടാമതൊരു കല്ല് വെക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് കാട് വളർന്ന് നിൽക്കുന്നത്. എവിടെ അവരുടെ ഇൻഡോർ സ്റ്റേഡിയം? ഒന്ന് കാണിച്ചു തരാമോ? ഈ പ്രതിഷേധവുമായിട്ട് വരുന്നവർ ഒന്ന് കാണിച്ചു തരാമോ? ഇവരുടെ കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി തുടയെല്ല് പോയിട്ട് സങ്കീർണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇവരുടെ കാലത്ത് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ശ്രമിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഒരു സൗകര്യവുമില്ലാതെ രോഗി നിർഭാഗ്യകരമായി മരണപ്പെടുന്നു പോയ സാഹചര്യമുണ്ടായി. ഇവരുടെ കാലത്ത് ആരോഗ്യ മേഖലയിൽ ഇത്ര വലിയ തകർച്ചയുണ്ടായി. ആ തകർച്ചയിൽ നിന്ന് ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്തിയത് ഇടതുപക്ഷമാണ്. ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്.